the northern part of Vietnam, the north side Vietnam. So this is from the central Vietnam going to the Mekong Delta. Okay, so for a long time ago, with the Vietnamese country, we only have the north side Vietnam. Because with the Vietnamese country, we got 4,000 year history. 4,000 year history. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇത് നോക്കിയേ, വിയറ്റ്നാമിലെ തന്നെ ഒട്ടേറെ പ്രസിദ്ധമായ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് ഇത്. ഇവിടെ 20 വർഷത്തോളം അമേരിക്കക്കാരെ മുട്ടുകുത്തിച്ചു എന്ന് തന്നെ പറയാം. കാരണം എവിടെ പോയാലും പെട്ടെന്ന് ജയിച്ചു വരുന്ന ഒരു സൈന്യമുള്ള അമേരിക്കക്കാർക്ക് ഒന്നുമില്ലാത്ത പാവപ്പെട്ട ഈ വിയറ്റ്നാമികളോട് മുട്ടുകുത്തേണ്ടി വന്നു എന്ന് വേണം പറയാൻ. അപ്പോൾ അതിന് പ്രത്യേക കാരണങ്ങളുണ്ട്. ഇതിൻ്റെ ഈ ഗുഹക്ക് ഈ കാണുന്നതിന് താഴെയൊക്കെ ഓരോ ടണലുകൾ രൂപീകരിച്ചിട്ട് ഇവരുടെ പട്ടാളക്കാർ മുഴുവൻ അതിനടിയിലൂടെയാണ് സഞ്ചരിച്ചത്. ഇവിടെ കണ്ടോ ഓരോ ഹോള്, ചെറിയ ചെറിയ ഹോളുകൾ കണ്ടോ, ഇത് ഇവർക്ക് ശ്വാസം കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ അടിയിലൂടെ ആളുകൾ ഇങ്ങനെ ടണലുകൾ ഉണ്ടാക്കിയിട്ട് സഞ്ചരിക്കണത് കൊണ്ട് തന്നെ അമേരിക്കൻ സൈന്യത്തിന് ഇവരെ കണ്ടെത്താൻ സാധിച്ചില്ല എന്നുള്ളതാണ്. അതുമാത്രമല്ല, ഇവരൊക്കെ അവരുടെ സൈന്യങ്ങൾ നിൽക്കുന്നതിൻ്റെ തൊട്ട് മുകളിൽ പോയിട്ട് ഇവരുടെ സൈന്യങ്ങളെയൊക്കെ നശിപ്പിക്കുക ചെയ്തു എന്നുള്ളതാണ്. ഇതൊക്കെ അതിനുണ്ടാക്കിയ ഓരോ ടണലുകളാണ്. ഇത് നോക്കിയേ, ഇതിലിറങ്ങി നിന്ന് കഴിഞ്ഞാൽ മുകളിലുള്ള ചുറ്റിലുള്ളതൊന്നും കാണാൻ കഴിയില്ല. നോക്കിയേ, കണ്ടോ ഇവിടെ നോക്കിയേ. ഇനി ഈ ഒരു സംഭവം എടുത്തിട്ട് നേരെ മൂടും. ഇതൊക്കെ ഒരാൾക്ക് തന്നെ ചെയ്യാൻ കഴിയണതാണ്. ഈ ഗൈഡൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെടുത്തിട്ട് അതിൻ്റെ മുകളിൽ ചമ്മലൊക്കെ വെച്ചിട്ട് അത് അടക്കുകയാണ്. ഇതടച്ചു കഴിഞ്ഞാൽ ആരും അറിയില്ല, ഇങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ട് എന്ന് തന്നെ അറിയില്ല. അപ്പോൾ അമേരിക്കൻ സൈന്യത്തിന് പോലും ഇവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, അന്ന് കാലത്ത് 20 വർഷത്തോളം വരെ യുദ്ധം അമേരിക്കക്കാരുമായിട്ട് വിയറ്റ്നാമികൾ യുദ്ധം ചെയ്ത് പിടിച്ചു നിന്നു എന്നുള്ളതാണ്. അപ്പോൾ അന്ന് ഉപയോഗിച്ചിട്ടുള്ള ഇവിടുത്തെ ഈ ഒരു ഉപകരണങ്ങൾ അല്ലെങ്കിൽ ഗുഹകൾ അതിൻ്റെ ചരിത്ര പ്രാധാന്യം വിളിച്ചോതുന്നതാണ് ഈ ഒരു ടൂറിസ്റ്റ് കേന്ദ്രം. ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളൊക്കെ ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഒരു ശേഷിപ്പ് എന്നേ പറയാൻ കഴിയുള്ളൂ. ഇപ്പം ഞാൻ ഇറങ്ങി നോക്കുമ്പോൾ എനിക്കും അകത്ത് കണ്ടോ, ശരിക്കും ഇതിൽ വേറെ സപ്പോർട്ടൊന്നും വേണ്ട, നമുക്ക് തന്നെ കൈ കൊണ്ട് ഉണ്ടോ ഇതുപോലെ എടുത്ത് നേരെ എടുത്ത് ഓക്കെ ഇതുപോലെ ഇങ്ങനെ ഇറങ്ങാവുന്നതേ ഉള്ളൂ. നോക്കിയേ, ഇനി ഇത് വെച്ച് കഴിഞ്ഞാൽ ആരും അറിയില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നുള്ളത്. അതെ, ഇത് കണ്ടോ, ഇതൊക്കെ ഇങ്ങനത്തെ ട്രാപ്പുകൾ ഉപയോഗിച്ചിട്ടാണ് അന്ന് കാലത്ത് അവരെ അമേരിക്കൻ സൈന്യത്തെ വെല്ലുവിളിച്ച് അല്ലെങ്കിൽ നേരിട്ടത്. കാരണം ഇതിലൂടെ ഓടിപ്പോയാൽ ഒരു സൈഡിൽ നേരെ താഴോട്ട് വീഴും എന്നുള്ളതാണ് ഇയാൾ പറഞ്ഞു വരുന്നത്. ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആർക്കും ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയൂല. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയാൽ തന്നെ ഒരു ഭീകരാന്തരീക്ഷമാണ്. കണ്ടോ, ഇവിടെ ഫുള്ള് കാടുകളാണ്. ഈ ഒരു പുറ്റ് കണ്ടോ നിങ്ങൾ? അപ്പോൾ ഇതിൻ്റെ അടിയിലൂടെ ഗുഹകളുണ്ടല്ലോ എന്ന് നമ്മൾ പറഞ്ഞു. കാരണം ഈ ഗുഹയിൽ ശ്വാസം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്തരം പുറ്റുകളൊക്കെ നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ പുറത്ത് നിന്ന് കാണുന്ന ആളുകൾക്ക് ഇതൊരു പുറ്റായിട്ടാണ്, ഇതൊക്കെ കാട്ടിലുള്ള സ്വാഭാവിക വസ്തുവായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുക. പക്ഷേ ഇതിലൊക്കെ നിറയെ സുഷിരങ്ങളുണ്ട് എന്നുള്ളതാണ്. ഇവിടെയൊക്കെ ഇതുപോലെ ഇത് കണ്ടോ, ഇതൊക്കെ അന്ന് US സൈന്യത്തിൻ്റെ ഓരോ പട്ടാളക്കാരുടെയും അവരുടെ അടുത്ത് നിന്ന് പിടിച്ച അവരുടെ പട്ടാളക്കാർ വിശ്രമിക്കുന്ന ഒരു രൂപവും അതുപോലെ അവർ ഉപയോഗിച്ചിട്ടുള്ള വസ്തുക്കളൊക്കെ ഇവിടെ ഇതുപോലെ ഒരു സ്മരണയ്ക്ക് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മളെ ഗൈഡ് ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് വിശദീകരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഇവിടുത്തെ പ്രാധാന്യങ്ങളും അന്ന് നേരിട്ടതും അതിൻ്റെ യാതനകളും വേദനകളൊക്കെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇത് കണ്ടോ നിങ്ങൾ? ഇത് അന്ന് അമേരിക്കൻ സൈന്യം അവർ കൊണ്ടുവന്ന ഓരോ ടാങ്കറുകൾ ഒക്കെയാണ് ഇത്. ഇതുപോലെ കുറേ അപ്പുറത്ത് പല സംഭവങ്ങളും അവിടെ ഉണ്ട്. ഇത് കണ്ടോ, ഇതൊക്കെ
ഇവർ കാട്ടിലൂടെ കൊണ്ടുവന്നപ്പോഴും ഇതൊന്നും കൊണ്ട് അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. കാരണം ആളുകളെ കാണാൻ സാധിക്കുന്നില്ലല്ലോ, എല്ലാം താഴെയാണല്ലോ, മണ്ണിൻ്റെ താഴെ ഗുഹകളിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് ഇതൊന്നും വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്താൻ സാധിച്ചില്ല. അല്ലെങ്കിൽ ആളുകളെ കൊന്നൊടുക്കാനോ ആളുകളെ കീഴ്പ്പെടുത്താനോ ഒന്നും അന്ന് സാധിച്ചില്ല എന്നുള്ളതാണ്. ഇത് ഒരുപാട് ടൂറിസ്റ്റുകൾ, വിദേശികളൊക്കെ ഇതിന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളും ഒന്നും നോക്കിയില്ല, അവിടെ കയറി ഫോട്ടോ എടുത്തു. കണ്ടോ, പഴയ കാലത്തുള്ളതാണ് ഇതൊക്കെ. Be cutting the leg to take it out. It's gonna be very, very hard to take the leg outside. ഇനി നമ്മൾ കാണാൻ പോകുന്ന ഇത് കണ്ടോ, ഇതൊക്കെ ഓരോ വ്യത്യസ്ത ഇനം ട്രാപ്പുകളാണ്. അതായത് ഇങ്ങനത്തെയൊക്കെ വ്യത്യസ്ത ട്രാപ്പുകൾ ഉപയോഗിച്ചിട്ടാണ് അമേരിക്കൻ സൈന്യത്തെ ഇവരെല്ലാം കുഴിയിൽ ചാടിച്ച് കൊന്നൊടുക്കിയത്. അതുകൊണ്ടാണ് ശരിക്കും ഈ ഒരു യുദ്ധം ജയിക്കാൻ US-ന് സാധിച്ചില്ല എന്നുള്ളതാണ്. കാരണം അത്യാധുനിക ഉപകരണങ്ങളൊക്കെ എക്കാലത്തും അവരെ കയ്യിലാണ് ഉണ്ടാകുന്നത്. ഇത് നോക്കി, ഇതൊക്കെ കാടിനടിയിൽ അല്ലെങ്കിൽ കാടിൻ്റെ ഇടയിൽ ഇങ്ങനെ ഓരോ ട്രാപ്പുകൾ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഓരോന്ന് ചമ്മലുകളൊക്കെ വെച്ചിട്ട് അത് മറച്ചു വെക്കും. എന്നിട്ട് തൊട്ട് മുമ്പിൽ ഒരു ശബ്ദം ഉണ്ടാക്കും. ആ ശബ്ദം ഉണ്ടാക്കുമ്പോൾ എവിടുന്നാന്ന് അറിയാൻ വേണ്ടിയിട്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് ഓടുന്ന സമയത്ത് ഇത് കണ്ടോ, ഇതിനകത്ത് കാല് കുടുങ്ങി അവിടെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അങ്ങനെ ഒരിക്കൽ ട്രാപ്പിൽ പെട്ട് കഴിഞ്ഞു. പിന്നെ കാല് വലിച്ചാലൊന്നും കഴിയില്ലല്ലോ. കണ്ടോ, ഇതൊക്കെ അതുപോലത്തെ സംഭവമാണ്. ഇതൊക്കെ ക്രോക്കോഡൈൽ ട്രാപ്പ്, അങ്ങനെ ഓരോന്നിനും ഓരോ പേരുകളുണ്ട്. ഇതിനകത്ത് കാലിട്ട് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് കിട്ടൂല എന്നാണ് പറയുന്നത്. പിന്നെ ഒരു രക്ഷയില്ല. ഇതൊക്കെ സാമ്പിൾ സാധനങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ കാടിൻ്റെ ഓരോ ഭാഗത്തും ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ ഇത് വെച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സൈന്യത്തിന് ഒരുപാട് ആളുകൾ മരിച്ചു എന്നുള്ളതാണ്. US സൈന്യങ്ങളെ കൊല്ലപ്പെട്ടു. അതുകൊണ്ട് തന്നെ അവരുടെ ബന്ധുക്കൾ പ്രശ്നം ഉണ്ടാക്കുകയും അങ്ങനെ US-ന് തന്നെ ഒരു തലവേദനയായി മാറി ഈ ഒരു യുദ്ധം എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ഇത് വേറൊരു ടൈപ്പ് ട്രാപ്പാണ്. ഇതിങ്ങനെ ഡോറിൻ്റെ ഫ്രണ്ടിൽ വെക്കുമെന്നാണ് പറയുന്നത്. കണ്ടോ, എവിടെയെങ്കിലും ഒരു പാസേജൊക്കെ ഉള്ള വഴിയിൽ ഇത് നേരെ കെട്ടി തൂക്കി മുകളിൽ വെക്കും. അപ്പം വല്ല വള്ളിയോ എന്തെങ്കിലും ഒക്കെ നീക്കുന്ന സമയത്ത് അവയുടെ തലയിലേക്ക് വരും എന്നുള്ളതാണ്. ഇതും അതുപോലെ തന്നെ ഡോർ ട്രാപ്പ്, ഒരു ഡോറിന് ട്രാപ്പുകളാണ്. ഇപ്പോൾ ഇവർ താമസിക്കുന്ന സ്ഥലത്തേക്ക് ആരെങ്കിലും ഓടി വരികയാണെങ്കിലോ അവരെ ആക്രമിക്കാനൊക്കെ വരികയാണെങ്കിൽ ഇത് ഡോറ് തുറക്കുന്നതോടുകൂടി നേരെ ഇത് അവരുടെ തലയിലേക്ക് പോയി അടിക്കും. ഒറ്റയടിയാണ്. തലയും വയറും എല്ലാം കൂടി തുളഞ്ഞു കയറും. അപ്പോൾ ഈ ഒരു രൂപത്തിലുള്ള വ്യത്യസ്ത ഇനം ട്രാപ്പുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് അന്ന് ഈ യുദ്ധം വിയറ്റ്നാമികൾ നേരിട്ടത് എന്നുള്ള ചരിത്ര മുഹൂർത്തങ്ങളാണ്. ഈ ഒരു സംഭവം കണ്ടോ, ആ വിയറ്റ്നാമികൾക്ക് US-ൽ നിന്ന് മിസ്സായിട്ടുള്ള മിസൈലുകളൊക്കെ ഉപയോഗിച്ച് മിസൈലിൽ നിന്ന് അതിനെ ഇങ്ങനെ ഇതുപോലെ മുറിച്ച് അതിൽ നിന്ന് മരുന്നുകളെടുത്ത്, വെടിമരുന്ന് പോലത്തെ മരുന്നുകൾ ഉപയോഗിച്ച് തിരിച്ച് പ്രയോഗിച്ചിട്ടാണ് ഒരു പരിധിവരെ ഇവർ യുദ്ധം നേരിട്ടത്. ഇതൊക്കെ അന്ന് ഉപയോഗിച്ച ഓരോ വസ്തുക്കളാണ് ഇവിടെ, അതിൻ്റെ ശേഷിപ്പുകളാണ്. ഇത് ശരിക്കും ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഒരുപാട് പ്രാധാന്യമുള്ള യുദ്ധമാണ് ഈ വിയറ്റ്നാം യുദ്ധം. അപ്പോൾ അതിൻ്റെ എല്ലാ ഓർമ്മകളും കൃത്യമായിട്ട് തന്നെ ഓരോ ടൂറിസ്റ്റിനും മനസ്സിലാകുന്ന രീതിയിൽ ഇവിടെ അവർ ചിത്രീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും മനോഹരമായ കാഴ്ചകൾ. ഇതൊക്കെ അതിൻ്റെ ഓരോ ഭാഗമായിട്ടുള്ളതാണ്. കണ്ടോ, അന്ന് ഉപയോഗിച്ച ഓരോ ആയുധങ്ങളാണ് ഇതൊക്കെ അന്നത്തെ ഓരോ ഓർമ്മകളാണിത്. ഇവരുടെ ആയുധപ്പുരയിൽ ഓരോ ചെറിയ ചെറിയ ആയുധങ്ങൾ നിർമ്മിക്കുന്നതിൻ്റെ സാമ്പിളുകളൊക്കെയാണിത്. അപ്പോൾ ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഷൂട്ടിംഗ് പോയിന്റിലേക്കാണ്. അവിടെ നമുക്ക് ഇഷ്ടപ്പെട്ട തോക്കുകളൊക്കെ എടുത്തിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റും. AK-47 എടുത്തൊന്ന് ഷൂട്ട് ചെയ്യണം. അപ്പം എന്തായാലും അടുത്ത വീഡിയോ നിങ്ങൾ കാത്തിരുന്ന് കാണുക.